Hi everyone, welcome back to my channel, Adira Aravind YouTube channel. So, ഇന്നത്തെ വീഡിയോ വന്നിട്ട് a day out with my husband. So, without getting any delay, we'll get started into the video. സോ ഞാനൊരു പിങ്ക് കുർത്തിയാണ് കേട്ടോ വെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് പലാസോ പാൻ്റാണ്, വൈറ്റ്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, മൈ ഫേവറേറ്റ് പേഴ്സൺ. അപ്പോൾ നമ്മൾ രണ്ടുപേരും റെഡിയായി പെട്ടെന്ന് തന്നെ ഇറങ്ങാം. ചെറിയൊരു മഴക്കോളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മൂടി കിടക്കുകയാണ് ക്ലൈമറ്റ്. കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്ലാനിൽ മെയിനായിട്ടുള്ളത് നമുക്കൊരു മൂവിക്ക് പോകാനാണ് കേട്ടോ. സോ നമ്മൾ യൂഷ്വലി പോകുന്ന സ്ഥലത്തല്ലാണ്ട് പുതിയൊരു സ്ഥലത്ത് നമ്മളൊരു മൂവിക്ക് പോവാണ്. പിന്നെ നാളെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. സോ കുറച്ച് ഗ്രോസറീസ് വാങ്ങണം, അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം. അതിനു വേണ്ടി നമ്മൾ ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ പ്ലാൻ. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി, MG കോമറ്റ് EV ആണ്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഇത് ഏകദേശം 2 വർഷത്തോളമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അടിപൊളി വണ്ടിയാണ്, നല്ല കംഫർട്ടബിളാണ്. ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട് വരുന്നത് അരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അത് മണർകാട് റീജിയനാണ്, കോട്ടയം മണർകാട്. എല്ലാവർക്കും അറിയായിരിക്കും, ഫേമസ് മണർകാട് പള്ളി അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് പള്ളിക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള അഞ്ചാനി തിയേറ്ററിലാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ അവിടെയാണ് പോവുക. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു പുതിയ തിയേറ്റർ പുത്തേറ്റ് എന്ന് പറഞ്ഞിട്ട് പാലായിൽ കിടിലൻ തിയേറ്ററൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ യൂഷ്വലി സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങിയിരുന്ന മിക്ക സിനിമകളും എല്ലാ സിനിമകളും കാണുന്ന ആൾക്കാരാണ് കേട്ടോ. പണ്ടൊന്നും കാണത്തില്ലായിരുന്നു, ഇപ്പോഴാണ് അതിനുള്ളൊക്കെയുള്ള അവസരമാവുന്നത്. സോ ആഫ്റ്റർ മാരേജ് ആണ് ഞാനിങ്ങനെ സിനിമയിലൊക്കെ പോയി തുടങ്ങുന്നത്. അതിന് മുന്നേ ഒക്കെ വളരെ റെയറായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ അവിടെ തിയേറ്റർ അങ്ങനെ വലുതായിട്ട് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഈ ഒരു കാറിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് MG കോമറ്റ് EV. സോ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഡ്രൈവ് ചെയ്യാനും വളരെ സുഖമാണ്. ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ലക്ഷറി ഫീലാണ് കേട്ടോ ഇതിനുള്ളിൽ. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഇതൊരു ചെറിയ വണ്ടി പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇതിനുള്ളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുവാണെങ്കിലും അതേപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ലൈക്ക് ഫ്രണ്ട് ഇരുന്ന് യാത്ര ചെയ്യാനാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ കേട്ടോ. ബാക്കിൽ അത്രയും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഫ്രണ്ടിൽ ഇരുന്നിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് നമ്മളിത് ഫസ്റ്റ് തന്നെ എടുത്ത ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയും, ഇനിയിപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇതേ എടുക്കുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ചാർജിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരു 7-8 മണിക്കൂർ എടുക്കും ഇത് ചാർജ് ചെയ്ത് കിട്ടാനായിട്ട്. അതൊരു ഡ്രോബാക്കാണ് ഈ വണ്ടിയുടെ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുന്നത്, ലൈക്ക് ഒരു കുറേ ദൂരമൊക്കെ പോകണമെങ്കിൽ ആക്ച്വലി ഇത് അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പർപ്പസിനുള്ളൊരു വെഹിക്കിളല്ല. നമ്മൾക്ക് ഒരു ടൗൺ കാറാണിത്. എന്താ പറയുന്നത്, ഈ ടൗൺ ഏരിയസിലൂടെ എല്ലാം നമുക്ക് എന്താ പറയുക, ട്രാഫിക് കട്ട് ചെയ്ത് എളുപ്പം എന്നൊക്കെ അങ്ങ് പോകാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്താ പറയുന്നത്, ചാർജിങ്ങിന് അത്രയും ഒരു സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കൊടുക്കാത്തത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതല്ലാണ്ട് എനിക്കൊരു നെഗറ്റീവും ഈ വണ്ടീനെ പറ്റി പറയാനില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ തിയേറ്ററിലെത്തി, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഏത് സിനിമയാണ് കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇംഗ്ലീഷ് ഫിലിമാണ് കാണാൻ പോകുന്നത്, പ്രിഡേറ്റർ. 3D ഫിലിമാണ് കേട്ടോ. ഇപ്പം ഞാനിതിൻ്റെ മുന്നത്തെ പാട്ടൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഹോളിവുഡ് ഫിലിംസിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഈ തിയേറ്റർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആ ഫിലിം കാണാൻ പോകുന്നത്, ഈ ഒരു സീരീസ്. അപ്പോൾ നമുക്ക് ഇനി തിയേറ്ററിലോട്ട് കയറാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്, തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. കൈൻഡ് ഓഫ് സ്മോൾ മോൾ കൈൻഡ് ഓഫ് സെറ്റപ്പാണ് കേട്ടോ. ഒത്തിരി കടകളുണ്ട്, ഷോപ്പിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ലിഫ്റ്റിൽ പൊക്കോണ്ടിരിക്കുവാണ്.
3rd ഫ്ലോറിലാണ് കേട്ടോ തിയേറ്റർ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ എത്തി. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫിലിം തുടങ്ങാനായിട്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, കൂടുതലും യങ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഞാൻ കണ്ടത്. 11 മണിക്കാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ 10:30 ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ എത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10:50 ഒക്കെ ആയപ്പോൾ നമ്മൾ അകത്ത് കയറി കേട്ടോ. സോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് സീറ്റൊക്കെ എങ്ങനെയുണ്ട് എന്നെല്ലാം. അടിപൊളിയായിരുന്നു. നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. 3D ഗ്ലാസ്സൊക്കെ വെച്ച് ഷോ കാണിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഫിലിം തുടങ്ങാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഫിലിം സ്റ്റാർട്ട് ചെയ്തു. അന്യായ സൗണ്ട് ക്വാളിറ്റിയാണ്. ഐ മസ്റ്റ് സേ ദാറ്റ് ഞാൻ പോയ തിയേറ്ററുകളിൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ്. 4K അറ്റ്മോസിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ അതേപടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, ലൈക്ക് മുന്നത്തെ കുറേ ഫിലിംസ് ഇവിടെ വന്ന് കാണാമായിരുന്നു എന്നൊരു ഫീൽ വരികയാണ്. ആക്ച്വലി ലോകയൊക്കെ ഇവിടെ കണ്ടിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. മിസ് ചെയ്തു. ഭയങ്കര കിടലിനായിരുന്നു കേട്ടോ. ഫിലിം കഴിഞ്ഞു. നമ്മൾ തൊട്ട് താഴെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ 2 പേരും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ബിരിയാണിയുടെ കൂടെ ഫ്രഷ് ലൈമും ജിഞ്ചർ ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിലിം കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി ഫിലിമായിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്താ പറയുന്നത്, കണ്ടിരിക്കാൻ തോന്നും. ഉറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം സീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല തിയേറ്ററാണ്. സീറ്റൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഉറങ്ങാൻ തോന്നും. നല്ല റിക്ലൈൻഡ് ടൈപ്പ്, നല്ല രസമാണ്. അപ്പോൾ ഞാൻ ആദ്യം കയറിയപ്പോൾ പറഞ്ഞു ഉറങ്ങാനായിട്ട് സുഖമായിരിക്കും, ഞാൻ കിടന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞു. ഈ കണ്ണാടിയൊക്കെ ഉള്ളതുകൊണ്ട് ആരും ഉറങ്ങിയാലും ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ലല്ലോ. പക്ഷേ ഫുൾ ഫിലിം കഴിയുന്നവരെ പെട്ടെന്ന് തീർന്നു. പെട്ടെന്ന് തന്നെ ഇൻ്റർവെല്ലായി, പെട്ടെന്ന് തന്നെ സിനിമയും തീർന്നു. നല്ലതായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത പാർട്ടിലൊക്കെ എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് ഓൾസോ അടിപൊളി ഫുഡ്. ഇവിടെ തൊട്ട് താഴെ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. ഒരുപാട് വെറൈറ്റി ചോയ്സസ് ഉണ്ട്. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ച അടിപൊളി ബിരിയാണിയായിരുന്നു. ഞാൻ ഫിഷ് ബിരിയാണിയാണ് കഴിച്ച അടിപൊളി ഫിഷ് ബിരിയാണിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ ലുലുമാളിൻ്റെ എൻട്രൻസിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എങ്ങും സ്ഥലമില്ല, ഒന്നും കാണുന്നില്ല. മിക്കവാറും നമ്മൾ അങ്ങ് മേളിൽ കൊണ്ട് പാർക്ക് ചെയ്യേണ്ടി വരും. അത് കുറച്ചൊരു എന്താ പറയുക, ചാലഞ്ചിങ് ആണ്. ഇങ്ങനെ കുറേ കയറി പോകണം. എവിടെയെങ്കിലും ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയാൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് നമുക്കറിയത്തില്ല ഇന്നത്തെ സ്ഥിതി എങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മണ്ടയിലാണ് കേട്ടോ പാർക്ക് ചെയ്യാൻ കിട്ടിയത്. പിന്നെ നമ്മൾ ലിഫ്റ്റിലൂടെ താഴോട്ട് വന്നിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് തന്നെയാണ് കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്, ഒക്കെ കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിലാണ് കേട്ടോ പോയത്. നമ്മൾ 2 പേരും കൊച്ചു പിള്ളേരായതുകൊണ്ട് നേരെ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയി അവിടെ കുറച്ച് നേരം കളിച്ചിട്ട് നമുക്ക് തിരിച്ചിറങ്ങി വരാം. ഹി ജസ്റ്റ് റാൻ ടുവേർഡ്സ് ദ ബോൾ സെക്ഷൻ കേട്ടോ. എപ്പോൾ വന്നാലും ഇങ്ങനെയാണ്. ഈ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ ആദ്യം വരുന്നത്. ഈസ് വെരി ഒബ്സസ്ഡ് വിത്ത് ദിസ് ഗെയിം. അപ്പോൾ ഞാനിങ്ങനെ പുറകിൽ നിന്ന് പ്രചോദനം കൊടുക്കുകയാണ് കേട്ടോ, എല്ലാം വീഴ്ത്താനായിട്ട്. വീഴുന്നൊന്നുമില്ല, വീഴുന്നുണ്ട്. രസമാണ് കാണാൻ. കുറേ കിഡ്സ് അപ്പുറം ഉണ്ട്, കൂടത്തി, പിന്നെ ഹസ്ബൻഡും ഉണ്ട്. സോ യാ, ഗുഡ് സ്കോർ ഐ ഗെസ്. എനിക്കും എന്താണെന്നറിയില്ല, ഈ കിഡ് സെക്ഷനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരുപക്ഷെ ഇതിൻ്റെ കളറും കളർ പാറ്റേണും ഈ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കൊണ്ടായിരിക്കും. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇവിടെ കയറുമ്പോൾ. ഒരു വൈബാണ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേരെ അടുത്ത സംഭവത്തിലോട്ട് പോയി കാണും കേട്ടോ. അപ്പോൾ ഞാനിവിടെയൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ എന്തെങ്കിലും സാധനം വന്നിട്ടുണ്ടോ, പുതിയ എന്തെങ്കിലും ന്യൂ ലോഞ്ച് ഉണ്ടോ എന്നൊക്കെ. ഈ അപ്പുപ്പന്താടീനെ എറിയാനാട്ടോ പോയേക്കുന്നത്. ഞാനെന്ത് മുന്നേ എറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ എറിയുന്നൊന്നും സാധാരണ കൊള്ളാറില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. ആളേതാണ്ടൊക്കെ കൊള്ളിക്കുന്നുണ്ട്. ഗുഡ്. പക്ഷെ കണ്ടില്ലേ, അത് പിന്നെയും ഉയർന്നു വരും. ഇവന്മാർക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നാൽ പോരെ. ഫൺ ടൂറിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങി വന്നു കേട്ടോ. എന്നിട്ട് മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണേ.
അപ്പോൾ ഇവിടെ എന്തോ മെഗാ ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട്, അതാണ് ഇത്ര തിരക്ക് എന്ന് തോന്നുന്നു. ഈ ഫുഡ് കോർട്ട് സെക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ, കംപ്ലീറ്റ് ചെയറും ഫിൽഡ് ആണ് കേട്ടോ, എല്ലായിടത്തും ആൾക്കാരാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നതിൻ്റെ റീസൺ നിങ്ങൾക്കറിയോ? വെജ് മോമോസ് ഇല്ല ഇവിടെ. മെയിൻ പർപ്പസ് അതായിരുന്നു, ഇവിടെ നിന്ന് അത് കഴിക്കാൻ വേണ്ടിയായിരുന്നു വന്നത് തന്നെ. ബട്ട് ഡിസപ്പോയിൻറ്റഡ്. നമ്മൾ നേരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോകാനായിട്ട് ലുലുമാളിൽ പാർക്കിംഗ് സെക്ഷനിൽ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി, മോമോസ് കിട്ടിയില്ല. മോമോസ് കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. വെജ് മോമോസ് ഇല്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് നേരെ വീഡിയോ പിടിക്കാം. ഓക്കെ, അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഹലോ, വെൽക്കം ബാക്ക്. സോ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ലൊരു ഫ്രഷ് കുളിയൊക്കെ പാസ്സാക്കി. അപ്പോൾ നാളെ നമുക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്, അതിനുവേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ കുട്ടി വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.